മടങ്ങി നീ എത്തുമോ? പുന്നപ്രഭൂമിതൻ പുന്നാരമുത്തേ, പോരാട്ട വീതികൾക്കാവേശമായി മടങ്ങി നീ എത്തുക വിപ്ലവ സൂര്യ. ഇല്ല മരിക്കുകയില്ലൊരു നാളും ഞങ്ങളിൽ ചങ്കിലെ ചോരയാൽ നീയാണ് ഒഴുകിയെത്തിയിടും പ്രിയ സഖാവേ. വിയസേ വിയസേ പുന്നാരമുത്തേ, കണ്ണാണ് കരളാണ് ചങ്കിലെത്തിയാണ് പോരാട്ട ഭൂമിക്കൊരൂർജമായെന്നും അലകിന്റെ അഗ്രത്താൽ ചരിത്രം കുറിച്ചൊരു പുന്നപ്രഭൂമിതൻ വീരപോരാളി. അന്ത്യാഭിവാദനം 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 പ്രിയ സഖാവേ. ഏതാണ്ട് 3 ദിവസം വി എസിന് കേരളം മുഴുവൻ ഇങ്ങനെ അന്ത്യാഭിവാദം അർപ്പിച്ചതാണ്. ചേട്ടൻ എവിടുന്ന് വരുന്നതാണ്? ഞാൻ വി എസിന്റെ സ്വന്തം മണ്ണിലാണ്. പുന്നപ്രയാണ്? പുന്നപ്രയല്ല, വയലാറ് വലിയ ചുടുകാടിന്റെ ഈ മണ്ണിലാണ്. എന്താണ് ഇത്രയധികം ഒരു ആവേശം? വി എസിനെ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നിങ്ങൾ കണ്ടു കാണും. വീണ്ടും വീണ്ടും ഇങ്ങനെ വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ, ഇങ്ങനെ ഇവിടുന്ന് മടങ്ങിപ്പോകാതിരിക്കാനുള്ള കാരണം എന്താണ്? ചെങ്ങമ്പുഴയുടെ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്. അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം അറിയുന്ന, അവരുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരമുണ്ടാക്കുവാൻ അനീതിയോട് കലഹിക്കുന്ന പോരാളിയാണ്. മനുഷ്യ മനസ്സിന്റെ വിപ്ലവകാരിയാണ് സഖാവ് വി എസ്. മണ്ണിനോടും പ്രകൃതിയോടും മനുഷ്യന് വേണ്ടി പോരടിക്കുന്ന വിപ്ലവകാരി, അതാണ് സഖാവ്. അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അങ്ങ് പടിഞ്ഞാറ് അസ്തമിച്ച് കിഴക്കുതിക്കുന്ന വിപ്ലവ സൂര്യൻ കേരളത്തിന്റെ ജനമനസ്സുകൾ. ഞങ്ങൾ ഈ മാസിന്റെ ഭാഗമായി സഞ്ചരിച്ചവരാണ്. അവിടെ നിന്ന് വന്നപ്പോ തൊട്ട് ഇവിടെ എത്തും വരെ 102 വയസ്സുള്ള ആ പോരാട്ട വീര്യത്തിന് ഇന്ന് കൂട്ടുകാർ 16 വയസ്സ്. 16 വയസ്സുള്ള യുവത്വമാണ് കണ്ണേ കരളേ വി എസ് എ, ഞങ്ങൾ തൻ ചങ്കിലെ ചെന്താരകമേ എന്ന് ആർത്താർത്ത് വിളിച്ചത്. അതാണ് പോരാട്ടം, അതാണ് വീര്യം, അതാണ് ഊർജം. മരണമുണ്ടോ വി എസ്? ഒരിക്കലും. ഞങ്ങൾ വിളിക്കുന്നു, സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും മണ്ണും മനുഷ്യനുമുള്ള കാലം വരെ അടങ്ങുകയില്ല, മരിക്കുകയില്ല. ഒരിക്കലും ഒരിക്കലും സഖാവ് വി എസ് മരിക്കുകയില്ല. മണ്ണും മനുഷ്യനും ഉള്ള കാലം വരെ സഖാവ് വി എസ് ജ്വലിക്കുന്ന ഓർമ്മയായി പോരാട്ട വീഥികളിൽ പൊരുതുന്ന യുവത്വത്തിന്, ക്ഷുഭിത യൗവനത്തിന് ആ കുറിയ മനുഷ്യന്റെ നീണ്ട വാക്കുകൾ എന്നെന്നും ഊർജമായി നിലകൊള്ളുക തന്നെ ചെയ്യും. ഈ മണ്ണുള്ള കാലത്തോളം. അഭിവാദനങ്ങൾ. മരണമില്ലാത്ത